ഗുഡ് മോർണിംഗ്. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കുളുക്കായിരിക്കാനാ അങ്ങനെ മലയാളത്തിൽ പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഈ ഫോട്ടോഗ്രാഫി ഉണ്ട്, ഡിറ്റ ഐപാഡ് പ്രോ വെച്ചിട്ടങ്ങ് അഴിഞ്ഞാടുക. ഇടയ്ക്ക് എന്നെയൊക്കെ അങ്ങ് വിട്ടുപോയി. പുള്ളി അങ്ങ് എന്താ പറയുക, പ്രകൃതി അങ്ങ് ഒപ്പിയെടുക്കുക. ഞാൻ പറഞ്ഞു എന്നെ കൂടെ സൈഡിൽ കൂടെ കാണിക്കണമെന്ന് പറഞ്ഞു. മെയിൻ ഉദ്ദേശം മറന്നു പോലെ തോന്നും. ഓക്കെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ മൈൻഡിനെക്കുറിച്ചും മൈൻഡിൽ വരുന്ന വേണ്ടാത്ത ചിന്തകളെക്കുറിച്ചും ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഒരു ആത്മീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ച് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചു നോക്കണേ. ഈ നമ്മുടെ യുദ്ധം മുഴുവൻ നടക്കുന്ന എവിടെയാണെന്നറിയാം, പുറത്തല്ല, മൈൻഡിലാണ്. അപ്പം മൈൻഡിനെ സൂക്ഷിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മൈൻഡിനെ നമ്മൾ ഗാർഡ് ചെയ്ത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പം ഇത് പലപ്പോഴും പലരും പല വിശ്വാസികൾക്ക് പറ്റുന്നൊരു കുഴപ്പം. അവർ വിശ്വാസി വന്നു, കർത്താവിനെ അറിഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. പക്ഷെ മൈൻഡിനെ ഫ്രീ ആയിട്ട് മേയാൻ വിടും. മൈൻഡിനെ കൺട്രോൾ ചെയ്യത്തില്ല, സ്വന്തം ബുദ്ധി പറ്റത്തില്ല കേട്ടോ. അതിനെക്കുറിച്ചൊരു വാക്യം നമ്മൾ 2 കൊറിന്ത്യൻസ് അതിൻ്റെ ചാപ്റ്റർ 10 അതിൻ്റെ വേഴ്സ് 3 മുതൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് പിടികിട്ടും. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത്. ജഡത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്തിൽ അവർ ഈ ഫ്ലഷിനാൽ ലീഡ് ചെയ്യപ്പെടുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനെ ലഭിച്ചു, അതിനുശേഷം ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് പൗലോസ് ഉദ്ദേശിച്ചത്. നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തിൽ ഞങ്ങൾ ജീവിക്കുന്ന ജഡത്തിലാണെങ്കിലും ജഡിക പോരാട്ടമല്ല ഞങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഷ് ടു ഫ്ലഷ് അല്ലെങ്കിൽ എന്താ മനുഷ്യനൊക്കെ ചെയ്യുന്ന എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആ ഒരു മത്സരമല്ല, അല്ലെങ്കിൽ ഒരു പോരാട്ടമാണ്, അല്ലെങ്കിൽ അതിനെ അല്ല ഉദ്ദേശിക്കുന്നത്. പിന്നെ എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ ആയുധങ്ങൾ, സമരായുധങ്ങൾ ജഡികമല്ല. അവർ വെപ്പൺസ് ആർ നോട്ട് കാർണൽ. നമ്മുടെ ഈ വാളോ പരിചയോ തോക്കോ ഒന്നുമല്ല ഞങ്ങളുടെ ആയുധം. ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവ ശക്തമാണ്. ഞങ്ങളുടെ ആയുധങ്ങൾ വലിയ കോട്ടകളെ തകർക്കാൻ ദൈവത്തിൽ ശക്തമാണ്. അതിൻ്റെ ഇംഗ്ലീഷ് വായിക്കുമ്പം വി ഹാവ് ദ ഡിവൈൻ പവർ ടു ഡിമോളിഷ് എവറി സ്ട്രോങ് ഹോൾഡ്സ്. അല്ലെങ്കിൽ ആ കോട്ടകൾ, അല്ലെങ്കിൽ എത്ര ശക്തമായ പ്രതിബന്ധങ്ങളാണെങ്കിലും സ്പിരിച്വൽ വേൾഡിൽ പിശാച് കൊണ്ടിട്ടിരിക്കുന്ന എത്ര വലിയ അല്ലെങ്കിൽ പ്രതിബന്ധമാണെങ്കിലും എത്ര വലിയ കോട്ടകളാണെങ്കിലും വി ഹാവ് ദ ഡിവൈൻ പവർ, വി ഹാവ് ദ ഡിവൈൻ വെപ്പൺസ്. ഞങ്ങൾക്ക് ആ ദൈവികമായ ആയുധങ്ങൾ ഞങ്ങൾക്കുണ്ട്. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിനെ പറ്റിയുള്ള അറിവിനെതിരായി വാദമുഖങ്ങളെയും ഔദ്ധിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കുകയും ക്രിസ്തുവിനെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. മൈൻഡിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ദൈവത്തെ പറ്റിയുള്ള അറിവിനെതിരായിട്ട് വാദമുഖങ്ങളെയും ഔദ്ധത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളെയും ഞങ്ങൾ തകർക്കും. നമ്മളെ ഈ ഫിലോസഫി അല്ലെങ്കിൽ പല ചിന്തകളുണ്ട് ദൈവത്തെക്കുറിച്ച്. നമുക്ക് അറിയേണ്ട മുഴുവൻ വചനത്തിൽ ബൈബിളിലുണ്ട്. ലേഖനങ്ങൾ വായിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഡിറ്റാഡ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചു. റോമൻസ് പഴയ നിയമം വായിച്ചുകൊണ്ടിരുന്നത്. അപ്പം സ്പിരിച്വലി ഗ്രോ ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നത് ലേഖനങ്ങൾ വായിക്കണം, എപ്പിസോഡ്സ് വായിക്കണം. ഷീ സ്റ്റാർട്ടഡ് റീഡിങ് ഫ്രം റോമൻസ്. ഇറ്റ്സ് ഗുഡ്, വെരി ഗുഡ്. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിടി കിട്ടും. എങ്ങനെയാണ് ഇതിനെയൊക്കെ നമ്മൾ പിടിച്ചടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആ ലേഖനങ്ങൾ. ഇതിപ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം ഞാൻ വായിക്കുന്നത്. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഈ പോളിനും അവർക്കൊക്കെ ഉണ്ടായിരുന്നു ഈ പ്രശ്നം. അവരുടെ മനസ്സിലും വറീസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വേണ്ടാത്ത ചിന്തകൾ കൊണ്ടിടാൻ അന്നത്തെ അവർ പഠിച്ചതും അല്ലെങ്കിൽ സാഹചര്യങ്ങളും വെച്ചിട്ട് ദൈവം ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയാണോ ഇങ്ങനെയാണോ ഇന്ന് മനുഷ്യൻ ചോദിക്കുന്ന പല ചോദ്യങ്ങളും അവരുടെ ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അവരെന്താ ചെയ്യുന്നറിയോ? അതിനവർ നറിഷ് ചെയ്തില്ല. അവരെന്ത് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനം വെച്ചിട്ട്, അതായിരുന്നു അവരുടെ വെപ്പൺ. ദൈവത്തിൻ്റെ വചനം ഇറ്റ്സ് എ വെരി സ്ട്രോങ് വെപ്പൺ കേട്ടോ. നമ്മൾ അറിയണം, അത് യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ കോട്ടകളെ തകർക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എന്നിട്ട് പറയാണ്, ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളെയും ഞങ്ങൾ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേറൊരു ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ യേശുക്രിസ്തുവിന് എതിരായിട്ട് ഉയരുന്ന മുഴുവൻ ചിന്തകളും, അല്ലെങ്കിൽ നമ്മൾ കർത്താവ് നമ്മളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായിട്ട് വിടത്തില്ല. അപ്പോൾ അതിനെതിരെ പിശാച് കൊണ്ടുവന്ന ചിന്ത എന്നറിയോ? നിൻ്റെ കാര്യം പോക്കാം,
നീ നോക്ക്, കൊറോണ എല്ലാം തൊട്ട് അടുത്ത് വരെ വന്നു, നിനക്കും വരും, നിൻ്റെ കാര്യം തീരും, അല്ലെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്, നിൻ്റെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നീ പട്ടിണി കിടന്ന് നീ തീർന്നു പോവും. ഇതാണ് ജഡം കൊണ്ടിരുന്ന ചിന്ത, അല്ലെങ്കിൽ പിശാച് കൊണ്ടിരുന്ന ചിന്ത. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്താ? നമുക്കന്ന് വെപ്പണ. നോ, ഐ വിൽ നോട്ട് ലീവ് യു നോർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും അനാഥനായിട്ട് വിടത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നീ ഉയർച്ച തന്നെ പ്രാപിക്കും, നീ താഴ്ച പ്രാപിക്കത്തില്ല. ഇതാ വെപ്പൺ. അപ്പോൾ പിശാച് കൊണ്ടുവരുന്ന ആ വേണ്ടാത്ത ചിന്തകളെ, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെ എതിരായിട്ട് കൊണ്ടുവരുന്ന ചിന്തകളെ ഈ വെപ്പൺ വെച്ച് ഞാൻ ഫൈറ്റ് ചെയ്യുക. തിരി മാറി എല്ലാം വെട്ടി ദൂരെ പോകുന്നു. അപ്പോൾ ഈ വെപ്പൺ എനിക്ക് ഉപയോഗിക്കാൻ അറിയണം. വെപ്പൺ വീട്ടിൽ വെറുതെ എന്നിട്ട് കാര്യമുണ്ടോ? വിഷയം കൊണ്ട് AK-47 കൈ കെട്ടിയിട്ട് തിരിച്ചു പിടിച്ച് വെടിവെക്കുന്നെങ്കിലോ? ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ നമ്മൾ ഈ സെൽഫി എടുക്കുന്നില്ല. ഇപ്പോൾ എല്ലാ സെൽഫിയുടെ കാലമാണല്ലോ. AK-47 വെച്ചിട്ട് സെൽഫി എടുത്തേക്കാന്ന് പറഞ്ഞിട്ട് തിരിച്ചു പിടിച്ചാലോ? നമ്മുടെ മൈൻഡിൽ ഏറ്റവും വലിയ പ്രശ്നം എന്തറിയാം? പിശാച് എപ്പോഴും നമ്മളെക്കൊണ്ട് സെൽഫി എടുപ്പിച്ചുകൊണ്ടിരിക്കും, നമ്മളിലേക്ക് നോക്കിച്ചുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നറിയോ? നമ്മുടെ ചിന്തകൾ, നമ്മുടെ ഫോക്കസ് നമ്മളിൽ നിന്ന് മാറ്റി കർത്താവിലേക്കാക്കും. ഇത് മുഴുവൻ കർത്താവിനാൽ ചെയ്യേണ്ടതാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ സ്വന്തം ശക്തിയിലല്ല. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വി ഹാവ് ഓൾ ദ ഡിവൈൻ വെപ്പൺസ്. എല്ലാ ദൈവിക ആയുധങ്ങളും നമുക്കുണ്ട്. അതുപയോഗിച്ച് നമ്മുടെ ചിന്തകളെ യേശുക്രിസ്തുവിൽ ഉറപ്പിച്ച് നിർത്തണം. ദൈവവചനം വായിക്കണം, ദൈവവചനം അനുസരിക്കണം, ദൈവവചനം ധ്യാനിക്കണം, മെഡിറ്റേറ്റ് ചെയ്യണം. അപ്പം ഇതൊരു ഞാൻ ഒരു കാര്യം പറയാം. മൈൻഡ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കപ്പ് പോലെയാണ്. നമ്മൾ ഈ വെള്ളമൊക്കെ ഇടുന്ന കപ്പ്, അതിനകത്ത് മുഴുവൻ ചെളിവെള്ളം. കാരണം ഈ ലോകത്തിൽ നിന്ന് കിട്ടിയ ആ വേണ്ടാത്ത ചെളിയും അല്ലെങ്കിൽ അഴുക്കും മുഴുവൻ നിറഞ്ഞിരിക്കുക. അതിലോട്ട് നമ്മൾ നല്ല വെള്ളം ഒഴിക്കും തോറും ഇത് പ്യൂരിഫൈഡ് ആയിട്ട് വരും. അപ്പോൾ ഈ മൈൻഡിലോട്ട് ദൈവവചനം കൊണ്ട് നമ്മളിങ്ങനെ പോർ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കണം, നിറച്ചുകൊണ്ടിരിക്കണം, നല്ല ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. അപ്പോൾ അത് പ്യൂരിഫൈഡ് ആയിട്ട് വരും. ഒറ്റ ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങൾ കൊണ്ട്, പല നാളുകൾ കൊണ്ട്. അങ്ങനെ ഒരു ദിവസം അത് കംപ്ലീറ്റ്ലി പ്യൂർ ആവും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേണ്ടാത്ത കുറേ അഴുക്ക് വീണ്ടും കൊണ്ടിടും, വീണ്ടും പ്യൂരിഫൈ ചെയ്യണം. പരിശുദ്ധാത്മാവോട് പറയണം, വേണ്ടാത്ത ഒരു സാധനം അകത്തോട്ട് വിടാതെ സൂക്ഷിക്കണം. അതിനകത്ത് ഉത്തരവാദിത്വം നമുക്കുണ്ട്. നമ്മളും അത് തിരിച്ചറിയണം. വേണ്ടാത്ത എല്ലാത്തിലും പോയി തലയിടരുത്, ചിന്ത കൊടുക്കരുത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.